ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ത്യൻ ന്യൂമിസ്മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു നിർത്തിയത് ഈ ഒരു നാണയത്തിൻ്റെ വിശദവിവരങ്ങളാണ്. ഇനി നമ്മൾ ഈ ഒരു നാണയത്തിൻ്റെ വിലവിവരങ്ങളിലേക്ക് പോവുകയാണ്. കാർലോസ് 1 4-1 തങ്ക 15 റൈസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു നാണയത്തിൻ്റെ മുഖപടം ഇതാണ്. ഇതിൻ്റെ പിൻവശത്തെ മുഖപടം ഇതാണ്. ഇതിൻ്റെ മെറ്റൽ കോപ്പറാണ്. വെയ്റ്റ് 9.20 ഗ്രാമാണ്. സൈസ് 25 mm ആണ്. ഷേപ്പ് സർക്കുലറാണ്. 1901-ലും 1903-ലും അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ കോയിനുകൾക്ക് രണ്ടിന് രണ്ട് വിലയാണ്. 1901-ൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ കോയിനുകൾക്ക് 150 രൂപയിൽ തുടങ്ങി 10,000 രൂപ വരെയും, 1903-ൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 150 രൂപയിൽ തുടങ്ങി 12,000 രൂപ വരെയും വില മതിക്കുന്ന കോമൺ കോയിനുകളാണ്. അടുത്തതായി നമുക്കൊരു റെയർ കോയിനെ പരിചയപ്പെടാം. ലൂയിസ് ഒന്നാമൻ്റെ 30 റൈസ് 2-1 തങ്ക എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു നാണയം. ഈ നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. പിൻവശത്ത് ഇതിൻ്റെ വില അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റൽ കോപ്പറാണ്. വെയ്റ്റ് 19 ഗ്രാമാണ്. സൈസ് 32 mm ആണ്. ഷേപ്പ് സർക്കുലറാണ്. ഇരു നാണയത്തിൻ്റെ വിലവിവരങ്ങളിലേക്ക് വന്നാൽ 1871-ൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ നാണയങ്ങൾക്ക് ഫൈൻ കണ്ടീഷനിൽ 7,000 രൂപയിൽ തുടങ്ങി UNC കണ്ടീഷനിൽ 45,000 രൂപ വരെ വില മതിക്കുന്ന ഒരു റെയർ കോയിനാണ്. അടുത്തതായി കാർലോസ് ഒന്നാമൻ്റെ ഈ ഒരു നാണയത്തിൻ്റെ വിലവിവരമാണ്. ഇതിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. ഇതിൻ്റെ പിൻവശത്ത് പോർച്ചുഗീസ് ഇന്ത്യ 2-1 തങ്ക എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ മെറ്റൽ കോപ്പറാണ്. വെയ്റ്റ് 19 ഗ്രാമാണ്. സൈസ് 32 mm ആണ്. ഷേപ്പ് സർക്കുലറാണ്. 1901-ലും 1903-ലുമാണ് ഈ നാണയം അച്ചടിക്കപ്പെട്ടിട്ടുള്ളത്. 1901-ൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 1901-ലും 1903-ലും അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 250 രൂപയിൽ തുടങ്ങി 22,000 രൂപ വരെ വില മതിക്കുന്ന സ്ക്വയർ കോയിനുകളാണ്. ഒരു കോയിൻ്റെ വലുപ്പത്തിൽ എടുത്ത് കൊടുത്തിരിക്കുന്നതാണിത്. അടുത്തതായി 60 റൈസ് 1 തങ്ക ലൂയിസ് 1. ലൂയിസ് ഒന്നാമൻ്റെ പേരിലുള്ള 1 തങ്ക 60 റൈസ് എന്നാണ് പിൻവശത്താണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഇതാണ്. ഈ ഒരു മുഖപടമാണിതിന്. ഇതിൻ്റെ മെറ്റൽ കോപ്പറാണ്. വെയ്റ്റ് 38 ഗ്രാമാണ്. സൈസ് 37 mm ആണ്. ഷേപ്പ് സർക്കുലറാണ്. ഇതിൻ്റെ വിലവിവരങ്ങളിലേക്ക് വന്നാൽ 1871-ൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ നാണയങ്ങൾക്ക് ഫൈൻ കണ്ടീഷനിൽ 10,000 രൂപയിൽ തുടങ്ങി UNC കണ്ടീഷനിൽ 85,000 രൂപ വരെ വില മതിക്കുന്ന റെയർ കോയിനുകളാണ്. ആ ഒരു നാണയത്തിൻ്റെ എല്ലാം ഒന്ന് സൂം ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഈ ബുക്കിൽ. അടുത്തതായി റിപ്പബ്ലിക് ഓഫ് പോർച്ചുഗൽ 1 തങ്ക 60 റൈസ്. ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. റിപ്പബ്ലിക്ക പോർച്ചുഗീസ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. 1934 എന്ന വർഷം തൊട്ട് താഴെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പിൻവശത്ത് ഇതിൻ്റെ നാണയത്തിൻ്റെ ഒരു വിലയും, അതായത് 1 തങ്ക എന്നുള്ള വിലയും ഇന്ത്യ ഇസ്റ്റാഡോ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മേളിൽ ഒരു DA രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് എന്തിൻ്റെയാണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ മെറ്റൽ ബ്രോൺസ് ആണ്. വെയ്റ്റ് 4 ഗ്രാമാണ്. സൈസ് 22 mm ആണ്. ഷേപ്പ് സർക്കുലറാണ്. 1934-ൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ നാണയങ്ങൾക്ക് ഫൈൻ കണ്ടീഷനിൽ 1000 രൂപയിൽ തുടങ്ങി UNC കണ്ടീഷനിൽ 25,000 രൂപ വരെ വില മതിക്കുന്ന സ്ക്വയർ കോയിനുകളാണ്.
അടുത്തത് ഈ ഒരു 1947 വൺ തങ്കയാണ്. ഈ നാണയത്തിൻ്റെ മെറ്റൽ ബ്രോൺസാണ്. ഇതിൻ്റെ വെയിറ്റ് വ്യത്യാസമുണ്ട്, 6 ഗ്രാമാണ്. സൈസ് 25 mm ആണ്. ഷേപ്പ് സർക്കുലറാണ്. ഈ ഒരു നാണയത്തിൻ്റെ വിവരങ്ങളിലേക്ക് വന്നാൽ 100 രൂപയിൽ തുടങ്ങി 5000 രൂപ വരെ വിലമതിക്കുന്ന കോമൺ കോയിനുകളാണ്. അടുത്തതായി ഈ ഒരു കോയിനാണ്, അതും വൺ തങ്കയാണ്. 1952 അച്ചടിക്കപ്പെട്ടിട്ടുള്ള നാണയത്തിൻ്റെ ഈ ഒരു മുൻവശം ഈ ഒരു ഭാഗമാണ്, പിൻവശം ഈ ഒരു ഭാഗമാണ്. ഇതിൽ വൺ തങ്ക എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ മെറ്റൽ ബ്രോൺസാണ്. വെയിറ്റ് 4 ഗ്രാമാണ്. സൈസ് 20 mm ആണ്. ഷേപ്പ് സർക്കുലറാണ്. 1952 അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ നാണയത്തിന് 100 രൂപയിൽ തുടങ്ങി 4000 രൂപ വരെ വിലമതിക്കുന്ന കോമൺ കോയിനുകളാണ്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായി വീഡിയോ ചെയ്യുന്നുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.